എല്ലാവർക്കും നമസ്കാരം. നാരായണീയം ദശകം 3 ശ്ലോകം 8. പ്രഭൂതാദിവ്യാദിപ്രസഭചലിതേ മാമകഹൃദീം ത്വദീയം തദ്രൂപം പരമരസജിത് രൂപം ഉദിയാത് ഉദഞ്ചത് രോമാഞ്ചോ ഗളിതബിഹു ഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഠാ പരിഭവാൻ. ഈ ശ്ലോകത്തിലൂടെ ആചാര്യൻ ഭഗവാനോട് അപേക്ഷിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഭക്തി വർദ്ധിക്കത്തക്ക വിധം ഗുരുവായൂരപ്പൻ്റെ സച്ചിദാനന്ദ സ്വരൂപം മനസ്സിൽ തെളിഞ്ഞു വിളങ്ങണമേ, ആ രൂപം മനസ്സിൽ നിന്ന് വിട്ടുപോകരുതേ എന്നാണ്. അല്ലയോ ഗുരുവായൂരപ്പ, ആദി വ്യാധികളാൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന എൻ്റെ മനസ്സിൽ അവിടുത്തെ പരമാനന്ദരസം പ്രദാനം ചെയ്യുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം കോൾമയർ കൊണ്ടും ആനന്ദ ബാഷ്പം പൊഴിഞ്ഞുകൊണ്ടും അടക്കാനാവാത്ത രോഗപീഠകളെ മറക്കുമാറ് പ്രകാശിക്കാൻ കനിവുണ്ടാകണമേ എന്നാണ്. ജ്ഞാനം പ്രദാനം ചെയ്യുന്നതും സത്തുക്കളുടെ മനസ്സിൽ ആനന്ദം പ്രദാനം ചെയ്യുന്നതുമാണ് ഗുരുവായൂരപ്പൻ്റെ രൂപം. ആ രൂപം മനസ്സിൽ തെളിഞ്ഞാൽ സകലവിധ ദുഃഖങ്ങളും മറവിയുടെ മഹാസമുദ്രത്തിൽ മുങ്ങിപ്പോകും. ഗുരുവായൂരപ്പൻ്റെ ആ സ്വരൂപം ദർശിച്ചാൽ ഭക്തി നിലനിൽക്കും. ഭക്തിയുടെ അങ്ങേ തലത്തിലെത്തിയാൽ, അല്ലെങ്കിൽ ആ പാരമ്യത്തിലെത്തിയാൽ രോമാഞ്ചവും കണ്ണുനീരും ഉണ്ടാകും. അതാണ് ഭക്തിയുടെ പ്രത്യേകത. വെറുതെ കണ്ണടച്ചിരുന്നാൽ ഭക്തി ഉണ്ടാവില്ല. ആ ദേവനുമായിട്ട് അടുത്തിരിക്കുക, ഉപവസിക്കുക. ഏറ്റവും അടുത്തിരുന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു രോമാഞ്ചമുണ്ടാവും. ആ രോമാഞ്ചത്തിൻ്റെ പര്യവസാനം കണ്ണുനീരിലായിരിക്കും. നമുക്ക് സങ്കടമൊന്നും പറയാനുണ്ടാവില്ല. അപ്പോൾ ഭക്തിയിൽ ലയിക്കുമ്പോൾ ദുഃഖങ്ങൾ തീരെ മറന്നുപോകും. നമുക്ക് ഒന്നും പറയാനില്ല. എല്ലാം ഈശ്വരനിൽ, ആ കണ്ണുനീരിൽ എല്ലാം ഉണ്ടാവും. അത് ഭഗവാൻ അറിയാം. ഭക്തി ഉണ്ടായാൽ പിന്നെ ഭഗവാനെ സ്മരിക്കുന്നതിലല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ല. അതുകൊണ്ടാണ് ആചാര്യൻ പറഞ്ഞത്, ഈ സ്വരൂപം, അവിടുത്തെ സ്വരൂപം, ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ സ്വരൂപം എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുതേ. മാഞ്ഞു പോയാൽ എൻ്റെ ഭക്തി നശിക്കുമോ, ഭക്തിയിൽ ക്ഷയമുണ്ടാകുമോ എന്ന് ആചാര്യന് സന്ദേഹം ഉണ്ടായി. നമുക്കും അതുതന്നെയാണ് വേണ്ടത്. നമ്മുടെ ഭക്തി കുറയാതെ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു കവിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കുളിരുണ്ടാവും. ആ കുളിരിൻ്റെ അവസാനം കണ്ണുനീരിൽ അവസാനിക്കും. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായി ലഭിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.